Dear students, we shall continue our discussions on company meetings. In our previous video, we discussed about annual general meetings, AGMs. In case of annual general meeting, it is mandatory for companies to convene an annual general meeting in every financial year. എല്ലാ സാമ്പത്തിക വർഷവും കമ്പനികൾ ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ വാർഷിക പൊതുയോഗങ്ങൾ കൺവീൻ ചെയ്തിരിക്കണം. അതിൻ്റെ റൂൾ പറയുന്നത് എന്താണ്? ഇൻ കേസ് ഓഫ് എ ന്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് കമ്പനി or in case of startup companies, they shall convene their first annual general meeting within 9 months of the end of the first financial year. In case of other companies, annual general meeting shall be convened within 6 months of the end of its financial year. ഇപ്പോൾ പുതിയതായിട്ട് ആരംഭിക്കുന്ന കമ്പനികൾക്ക് ആദ്യത്തെ സാമ്പത്തിക വർഷം അവസാനിച്ച് 9 മാസത്തിനകം ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. മറ്റ് കമ്പനികൾക്ക് അതിൻ്റെ സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം. ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റാണ് കമ്പനി മീറ്റിങ്ങുകളെ സംബന്ധിച്ചിടത്തോളം. നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നൗ വി ഷാൽ ഡിസ്കസ് അബൌട്ട് ദി എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 100. ഇപ്പോൾ സെക്ഷൻ 96-ൽ ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആനുവൽ ജനറൽ മീറ്റിംഗ് ആർക്കൊക്കെയാണ് വിളിച്ചു കൂട്ടാവുന്നതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ദി ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി ആർ കോൾഡ് ഓർഡിനറി മീറ്റിംഗ്സ്. എന്താണ്? വാർഷിക പൊതുയോഗങ്ങളെ ഓർഡിനറി മീറ്റിങ്ങുകളായിട്ടാണ് അറിയപ്പെടുന്നത്. എ ജനറൽ മീറ്റിംഗ് അതർ ദാൻ ദിസ് ആർ കോൾഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അതർ ദാൻ ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? A general meeting other than the annual general meeting is called an extraordinary general meeting. Such meetings can be held at any time the directors think fit and in accordance with the terms of the Articles of Association. ഇപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഒരു കമ്പനി ഡയറക്ടേഴ്സിന് എപ്പോൾ വേണമെങ്കിലും വിളിച്ചു കൂട്ടാം. അതിൻ്റെ പ്രൊവിഷൻസ് എന്താണ്? ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇനി അതിൻ്റെ ഓബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്? ദി മെയിൻ ഓബ്ജക്റ്റ് ഓഫ് ഹോൾഡിംഗ് ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഈസ് ടു ട്രാൻസാക്ട് an urgent business which cannot be postponed to the next annual general meeting. അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു വിഷയത്തിനെക്കുറിച്ച്, ഒരു സബ്ജക്റ്റിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. സോ ഇറ്റ് കനോട്ട് ബി വെയിറ്റഡ് ടിൽ ദി നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ദി ഡിസിഷൻസ് കനോട്ട് ബി പോസ്റ്റ്പോൺഡ്. തീരുമാനം അടുത്ത ജനറൽ മീറ്റിംഗ് വരെ പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യമല്ലാത്ത വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഇൻ ബിറ്റ്വീൻ ടു ആനുവൽ ജനറൽ മീറ്റിംഗ്, ഇഫ് ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് കോൾഡ്, not annual general meeting, in between if a general meeting is called, that meeting is known as extraordinary general meeting. നമ്മൾ ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത് വാർഷിക പൊതുയോഗങ്ങളാണ്. അത് മാൻഡേറ്ററി ആണ്, വാർഷിക പൊതുയോഗം. ഈവൻ കേസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇപ്പോൾ നമുക്ക് എന്താ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതല്ലേ, നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലുള്ള വില്ലേജ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം തന്നെ എന്താ വാർഷിക പൊതുയോഗങ്ങൾ നോട്ടീസ് കൊടുത്ത് അജണ്ട തയ്യാറാക്കി മിനിറ്റ്സോടുകൂടി നടത്താറുണ്ട് വാർഷിക പൊതുയോഗങ്ങൾ. ഇപ്പോൾ കമ്പനികൾക്കും അത് മാൻഡേറ്ററി ആണ്. ഇതിൻ്റെ പ്രധാന ഓബ്ജക്റ്റ് അതാണ്. ദി മെയിൻ ഓബ്ജക്റ്റ് ഓഫ് ഹോൾഡിംഗ് ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഈസ് ടു ട്രാൻസാക്ട് an urgent business which cannot be postponed to the next annual general meeting. All the businesses of an extraordinary general meeting are deemed to be special business. ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിലെ എല്ലാ ബിസിനസ്സും എന്താണ്? സ്പെഷ്യൽ ബിസിനസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നോർമലി ട്രാൻസാക്ട് ചെയ്യുന്ന ബിസിനസ് എന്തായിരിക്കുന്നത്? ഓർഡിനറി ബിസിനസ് ആയിരിക്കും. യൂഷ്വലി an extraordinary general meeting is held during the period between two annual general meetings. സാധാരണയായിട്ട് 2 ആനുവൽ ജനറൽ മീറ്റിങ്ങുകൾക്കിടയിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഇത് ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ്.
എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ക്യാൻ ബി കോൾഡ് ബൈ എനി ഓഫ് ദി ഫോളോയിങ്. ഇപ്പം എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് സാധാരണയായിട്ട് ആർക്കൊക്കെയാണ് വിളിച്ചു കൂട്ടാവുന്നത്? അപ്പോൾ അതാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ക്യാൻ ബി കോൾഡ് ബൈ എനി ഓഫ് ദി ഫോളോയിങ്. 1. ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സാധാരണഗതിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാറുള്ളത്. ദാറ്റ് ഈസ് given in section 100 subsection 1. So section 100 subsection 1 provides that the board may, whenever it thinks fit, ബോർഡിന് അവർക്ക് എപ്പോഴൊക്കെ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ, whenever it thinks fit, call an extraordinary general meeting. ഒരു കമ്പനിയുടെ ബോർഡിന്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവർക്ക് എപ്പോഴൊക്കെ ആവശ്യമാണെന്ന് തോന്നുന്നോ അപ്പോഴൊക്കെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാം. The board enjoys absolute discretion regarding convening of extraordinary general meeting. ഇപ്പോൾ ബോർഡിന് എന്താണ്? വിവേചനാധികാരമുണ്ട്. ഇപ്പോൾ ജനറൽ മീറ്റിങ്ങുകൾ എപ്പോഴൊക്കെ വേണമെങ്കിലും കൺവീൻ ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷൻ ഓർ വിവേചനാധികാരം ഒരു കമ്പനിയുടെ ബോർഡിനുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട്. ദെൻ ബൈ ദി ബോർഡ് ഓൺ ദി റെക്വിസിഷൻ ഓഫ് മെമ്പേഴ്സ്. രണ്ടാമത് എന്താ? ഹിയർ ഓൾസോ ദി എക്സ്ട്രാ മീറ്റിംഗ് ഈസ് കൺവീൻ ബൈ ദി ബോർഡ് ബട്ട് ഓൺ ദി റെക്വിസിഷൻ ഓഫ് മെമ്പേഴ്സ്. കമ്പനിയിലെ മെമ്പർമാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ബോർഡിന് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ടതായിട്ട് വരും. അതിൻ്റെ പ്രൊവിഷൻസൊക്കെ പറയുന്നുണ്ട് കമ്പനി നിയമത്തിൽ. ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് ബൗണ്ട് ടു കോൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഓൺ റെക്വിസിഷൻ ഓഫ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഒരു നിശ്ചിത നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ നിശ്ചിത പേഴ്സൻറ്റേജ് ഓഫ് മെമ്പേഴ്സ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാനുള്ള ലീഗൽ ഓബ്ലിഗേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട്. സോ ഇൻ കേസ് ഓഫ് എ കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റലുള്ള കമ്പനികളാണ് എങ്കിൽ ദ റെക്വസിഷൻ മസ്റ്റ് ബി മെയ്ഡ് ബൈ മെമ്പേഴ്സ് ഹോൾഡിംഗ് അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. എന്താണ്? ഇഫ് എ റിക്വസ്റ്റ് ഈസ് മെയ്ഡ് ബൈ ദി മെമ്പേഴ്സ് ഹോൾഡിംഗ് അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ദി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ 1/10 ഓഫ് ദി മെമ്പേഴ്സ്, അത് ഹോൾഡ് ചെയ്യുന്ന 10/1 കൈവശമുള്ള മെമ്പേഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ദി ബോർഡ് ഹാസ് എ ലീഗൽ ഓബ്ലിഗേഷൻ ടു കൺവീൻ ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് in case of companies having share capital. Then secondly, in case of a company not having a share capital ഇല്ലാത്ത കമ്പനികളാണ് എങ്കിൽ the requisition must be made by members holding at least 1/10 of the total voting power. ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനികളാണ് എങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികളോ എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയോ ആണ് എങ്കിൽ ഇവയ്ക്കൊക്കെ എന്താ ചിലപ്പോൾ ഷെയർ ക്യാപിറ്റൽ കാണില്ല. അപ്പം ഇങ്ങനെയുള്ള കമ്പനികളുടെ മെമ്പേഴ്സിൻ്റെ 10/1 മെമ്പേഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ്, അവർ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. ഇത് സെക്ഷൻ 100 സബ്സെക്ഷൻ 2 ആണ്. ദ റെക്വസിഷൻ മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് മസ്റ്റ് സ്റ്റേറ്റ് ദി ഓബ്ജക്റ്റ് ഫോർ വിച്ച് ദി മീറ്റിംഗ് ഈസ് ഡിമാൻഡഡ്. So when a request is given by or when a requisition is submitted by the members, then അവർ ആ റിക്വസിഷനിൽ എന്താണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം, ദി പർപ്പസ് ഫോർ വിച്ച് ദി മീറ്റിംഗ് ഈസ് ഡിമാൻഡഡ്. ഇപ്പോൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഒരു മീറ്റിംഗ് ആവശ്യപ്പെടുന്നത്. ദ റിക്വസിഷൻ മസ്റ്റ് സെറ്റ് ഔട്ട് ദി മാറ്റേഴ്സ് വിച്ച് വിൽ ബി കൺസിഡേർഡ് അറ്റ് ദി മീറ്റിംഗ്. ഇപ്പോൾ റിക്വസിഷനിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം എന്തൊക്കെ മാറ്റേഴ്സിനെ കുറിച്ചായിരിക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിൽ ഡിസ്കഷൻസ് ഉണ്ടാവുന്നത്. ഈ ഷാൽ ബി സെൻഡ് ടു ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. ഷാൽ ബി എന്ന് പറഞ്ഞാൽ എന്താ? ദ റെക്വസിഷൻ മസ്റ്റ് ബി സെൻഡ് ടു ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. ഇപ്പം മെമ്പേഴ്സ് ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിന് വേണ്ടി ബോർഡിനൊരു റെക്വസിഷൻ കൊടുക്കുകയാണ് എങ്കിൽ ആ റെക്വസിഷൻ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിലേക്കായിരിക്കണം അയച്ചു കൊടുക്കുന്നത്. On receipt of the requisition, the board shall proceed within 21 days to convene a meeting, which must be held within 45 days from the date of receipt of requisition. അപ്പം ബോർഡിന് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് കിട്ടി 21 ദിവസത്തിനകം
ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും 45 ദിവസത്തിനകം ആ മീറ്റിംഗ് കൺവീൻ ചെയ്യുകയും ചെയ്തിരിക്കണം. ദി ബോർഡ് ഷാൽ സെൻഡ് നോട്ടീസസ് വിതിൻ 21 days of the deposit of requisition, giving not less than 21 clear days. എന്താ, നോട്ടീസ് കിട്ടി അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കിട്ടി 21 ദിവസത്തിനകം 21 ദിവസം കാലാവധിയോടുകൂടി ഒരു നോട്ടീസ് മെമ്പേഴ്സിന് കൊടുത്തിരിക്കണം. ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാനുള്ള നോട്ടീസ് അത് മെമ്പേഴ്സിന് കൊടുത്തിരിക്കണം. ദെൻ മൂന്നാമത്തേതാണ്, ഇപ്പം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ആർക്കൊക്കെയാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാവുന്നത്. ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വിളിച്ചു കൂട്ടാം. രണ്ടാമത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം കൺവീൻ ചെയ്യാം. മൂന്നാമത് എന്താണ്, ദ റെക്വസിഷൻസ് ദംസെൽസ്. ഈ റെക്വസിഷൻസ് വേണമെങ്കിൽ അവർക്ക് തനിയെ വിളിച്ചു കൂട്ടാം. അതിൻ്റെ പ്രൊവിഷൻസ് എന്താണ്? If the board of directors do not hold extraordinary general meeting on a valid requisition, ഇപ്പം വാലിഡ് റെക്വസിഷൻ കൊടുത്തു, ഷെയർ ക്യാപിറ്റലുള്ള കമ്പനികളാണെങ്കിൽ 1/10 ഓഫ് ദി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ കൈവശമുള്ള ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് കൊടുത്തു. ഇനി ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനികളാണെങ്കിൽ അതിൻ്റെ ആ രജിസ്റ്റേർഡ് മെമ്പേഴ്സിൻ്റെ 1/10 അവർ റെക്വസിഷൻ കൊടുത്തു. ഇപ്പോൾ ഒരു വാലിഡ് റെക്വസിഷനാണ്. ഇങ്ങനൊരു വാലിഡ് റെക്വസിഷൻ കിട്ടിയിട്ടും ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നില്ല എങ്കിൽ ദ റെക്വസിഷൻസ് ക്യാൻ ദംസെൽസ് കോൾ എ മീറ്റിംഗ് ടു ബി ഹെൽഡ് ഓൺ എ ഡേറ്റ് വിതിൻ 3 months ഓഫ് ദി ഡേറ്റ് ഓഫ് റെക്വസിഷൻ. അപ്പം അങ്ങനെ റെക്വസിഷൻ കൊടുത്ത് 3 മാസത്തിനകം റെക്വസിഷൻ കൊടുക്കുന്നവർക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. ബോർഡ് ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നില്ല എങ്കിൽ ഒരു റെക്വസിഷൻ കൊടുത്ത റിക്വസ്റ്റ് കൊടുത്ത് 45 ദിവസത്തിനകം ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നില്ല എങ്കിൽ റിക്വസ്റ്റ് കൊടുത്ത് 3 മാസം 90 ഡേയ്സിനുള്ളിൽ വേണമെങ്കിൽ റെക്വസിഷൻ കൊടുത്തിരിക്കുന്ന മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് സ്വയം അവർക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാം. റെസൊല്യൂഷൻസ് പ്രോപ്പർലി പാസ്ഡ് അറ്റ് സച്ച് എ മീറ്റിംഗ് ആർ ബൈൻഡിങ് ഓൺ ദി കമ്പനി. ഇപ്പം ഇങ്ങനെ റെക്വസിഷൻ കൊടുത്തിരിക്കുന്നവർ വിളിച്ചു കൂട്ടുന്ന മീറ്റിങ്ങിൽ പാസ്സാക്കുന്ന റെസൊല്യൂഷൻസ് അത് പ്രോപ്പർലി പാസ്ഡ് ആണ് എങ്കിൽ എന്താണത്, ദാറ്റ് വിൽ ബി ബൈൻഡിങ് ഓൺ ദി കമ്പനി. അത് കമ്പനിയെ ബൈൻഡിങ് ആയിരിക്കും. കമ്പനിക്ക് അത് ഫോളോ ചെയ്യാനുള്ള ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാകും. എനി റീസണബിൾ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദി റെക്വസിഷൻസ് ഷാൽ ബി റീപെയ്ഡ് ടു ദം ബൈ ദി കമ്പനി. ഈ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റീസണബിൾ എക്സ്പെൻസസ് എല്ലാം റെക്വസിഷൻസ് അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നവർക്ക് റീപേ ചെയ്യാനുള്ള ഒബ്ലിഗേഷനും കമ്പനികൾക്കുണ്ടാകും. Then 4 is by the National Company Law Tribunal. Sometimes it may not be possible to hold the meeting of the company in the manner prescribed by the Act or by the articles. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ എന്താ, ആക്ടിലോ ആർട്ടിക്കിളിലോ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ സാധ്യമല്ലാതാവും. ഇപ്പോൾ എക്സ്ട്രാ ഓർഡിനറി വിളിച്ചു കൂട്ടാൻ കമ്പനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ in such a case the tribunal on its own motion or on the application of any director of the company or any member of the company may order a meeting of the company. ഇപ്പം എന്താണ്, an extraordinary general meeting can be called by the National Company Law Tribunal under certain circumstances. ഇതുമായിട്ടുള്ള പ്രൊവിഷൻസ് കൊടുത്തിരിക്കുന്നത് സെക്ഷൻ 98-ലാണ്. ദെൻ മൂന്നാമത്തെ തരത്തിലുള്ള മീറ്റിംഗ് എന്താ, ക്ലാസ് മീറ്റിംഗ്സ്. നമ്മളെന്താ, ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആൻഡ് മൂന്നാമത്തെ വിഭാഗമാണ് ക്ലാസ് മീറ്റിംഗ്സ്. Where the share capital of the company consists of different classes of shares, meeting of different classes of shareholders may have to be called in order to discuss matters affecting them. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ പല വിഭാഗത്തിൽപ്പെട്ട ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ആ ഓരോ വിഭാഗത്തിലും പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ പ്രത്യേകം വിളിച്ചു കൂട്ടേണ്ടതായിട്ട് വരും. ദി മോസ്റ്റ് ഫ്രീക്വൻറ്റ് കേസ് ഇൻ വിച്ച് ക്ലാസ് മീറ്റിംഗ്സ് ആർ റിക്വയർഡ് arises when it is proposed to alter, vary or affect the rights of a particular class of shares. സാധാരണഗതിയിൽ ക്ലാസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന എപ്പോഴാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവകാശങ്ങളിൽ മാറ്റം വരുത്താനൊരു പ്രപ്പോസൽ ഉണ്ടാവുകയാണ് എങ്കിൽ
ആ വിഭാഗത്തിൽപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ, ക്ലാസ് മീറ്റിങ്ങുകൾ കൺവീൻ ചെയ്ത് ആ മീറ്റിങ്ങിൽ ഈ മാറ്റർ ഡിസ്കസ് ചെയ്തൊരു തീരുമാനത്തിലെത്തണം. എങ്കിൽ മാത്രമേ ഒരു ഓൾട്ടറേഷൻ വരുത്താൻ സാധിക്കുകയുള്ളൂ. Then for example, for variation of rights of a particular class of shareholders, a meeting of the shareholders of that class may be called and consent of 3/4 of such shareholders will have to be obtained. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനം എടുക്കാനാണ് എങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിന് ശേഷം, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് അല്ല, ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു ക്ലാസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി അങ്ങനെയുള്ള ക്ലാസ് മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കുന്നവരിൽ 3/4 കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം. ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു, ഒരു ക്ലാസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു, അത് പ്രോപ്പർ നോട്ടീസ് കൊടുത്തായിരിക്കും, നോട്ടീസിൽ പർപ്പസ് മെൻഷൻ ചെയ്തിരിക്കും. അങ്ങനെ വിളിച്ചു കൂട്ടുന്ന ഒരു ലീഗലി വാലിഡ് മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കുന്നവരിൽ ഐദർ ഇൻ പേഴ്സൺ ഓർ ബൈ പ്രോക്സി പ്രസൻ്റ് ആയിരിക്കുന്നവരിൽ 3/4 കൺസെൻറ്റ് കിട്ടിയാൽ മാത്രമേ ആ ഒരു പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഇൻ എ ക്ലാസ് മീറ്റിംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദാറ്റ് ക്ലാസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓൺലി ഹാവ് റൈറ്റ് ടു പ്രസൻറ്റ്. ഒരു ക്ലാസ് മീറ്റിംഗ് ആണെങ്കിൽ ഏത് ക്ലാസ്സിൽപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണോ കൺവീൻ ചെയ്തിരിക്കുന്നത് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റുള്ളൂ. ദെൻ അതർ മീറ്റിംഗ്സ്, മറ്റ് മീറ്റിങ്ങുകളാണ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. വെൻ എ കമ്പനി ഇഷ്യൂസ് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. ഇപ്പം സെക്യൂർഡ്, ഇപ്പോൾ എന്തെങ്കിലും കമ്പനിയുടെ അസറ്റിൻ്റെ മേൽ സെക്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ ചാർജ് ഉള്ള ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ, വെൻ എ കമ്പനി ഇഷ്യൂസ് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ഇറ്റ് എക്സിക്യൂട്ട്സ് എ ട്രസ്റ്റ് ഡീഡ്. ഇപ്പോൾ ഒരു ട്രസ്റ്റ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്തായിരിക്കും സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ട്രസ്റ്റ് ഡീഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? The trust deed empowers debenture holders to hold meetings. അപ്പോൾ ട്രസ്റ്റ് ഡീഡ് പ്രകാരം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. All matters relating to holding, conduct and proceedings of the meetings are given in the trust deed. അപ്പം ഒരു സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രസ്റ്റ് ഡീഡിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിരിക്കും. The decisions taken at such meetings are binding on all the debenture holders. Next is meeting of creditors. Sometimes a company calls meeting of its creditors. Such meetings may be called either during the life of the company or in the event of being wound up for the following. But normally creditors meetings are convened for winding up of the company. Then to finalize reconstruction of the capital of the company. ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുക അല്ലെങ്കിൽ റീവാലുവേഷൻ നടത്തുക, ഇതെല്ലാം ഒരു വൈൻഡിങ് അപ്പ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ടു സെറ്റിൽ എനി ഡിസ്പ്യൂട്ട് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് ദി ക്രെഡിറ്റേഴ്സ്. കമ്പനിയും ക്രെഡിറ്റേഴ്സുമായിട്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് കൺവീൻ ചെയ്യാം. ടു പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ബൈ ക്രെഡിറ്റേഴ്സ് ഫോർ വോളണ്ടറി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ഒരു വോളണ്ടറി വൈൻഡിങ് അപ്പിന് പെർമിഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു വോളണ്ടറി വൈൻഡിങ് അപ്പ് സാങ്ഷൻ ചെയ്യുന്ന ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് വേണ്ടി ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് കൺവീൻ ചെയ്യാം. ടു പ്രസൻറ്റ് ദി ആക്ഷൻസ് ടേക്കൻ ബൈ ദി ലിക്വിഡേറ്റർ ബിഫോർ ദി ക്രെഡിറ്റേഴ്സ് ഇൻ കേസ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എക്സീഡ്സ് 1 year. ഇനി ഈ വോളണ്ടറി വൈൻഡിങ് അപ്പ് പ്രോസസ്സ് 1 വർഷത്തിൽ കൂടുതൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ 1 വർഷത്തിനുള്ളിൽ ഒഫീഷ്യൽ ലിക്വിഡേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഒഫീഷ്യൽ ലിക്വിഡേറ്റർ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുണ്ട് അത് വിവരിക്കുന്നതിന് വേണ്ടി ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. അപ്പോൾ ഇതെന്താണ്? മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ഈസ് മീറ്റിംഗ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ്. ഇപ്പോൾ ഈ കോൺട്രിബ്യൂട്ടറീസിൻ്റെ ഒക്കെ റോൾ ഉണ്ടാകുന്നത് ഒരു കമ്പനിയുടെ ലിക്വിഡേഷൻ്റെ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിൻ്റെയോ സമയത്താണ്. എ കോൺട്രിബ്യൂട്ടറി മീൻസ് എനി പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി ഇൻ ദി ഇവൻറ്റ് ഓഫ് ഇറ്റ്സ് വൈൻഡിങ് അപ്പ്. ഹു ഈസ് എ കോൺട്രിബ്യൂട്ടറി? Contributory means any person who is liable to contribute to the assets of the company. ഒരു കമ്പനിയുടെ അസറ്റ്സ്, കമ്പനിയുടെ ലയബിലിറ്റിയുടെ പേയ്മെൻറ്റിന് പര്യാപ്തമല്ല എങ്കിൽ ഇവിടെ ഡെഫിസിറ്റ് ആയിരിക്കുന്ന എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ലീഗൽ ഓബ്ലിഗേഷൻ ഉള്ളവരാണ് കോൺട്രിബ്യൂട്ടറീസ്. സോ എ മീറ്റിംഗ് ഓഫ് ഓൾ സച്ച് കോൺട്രിബ്യൂട്ടറീസ് മേ ബി കോൾഡ് ബൈ ദി ലിക്വിഡേറ്റർ ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. അപ്പം അങ്ങനെ എന്താണ്? ഒരു വൈൻഡിങ് അപ്പ് പ്രോസസ്സിൽ
ഒരു കമ്പനിയുടെ അസറ്റ്സ് ലയബിലിറ്റിയുടെ പേയ്മെൻറ്റിന് പര്യാപ്തമല്ല എങ്കിൽ കോൺട്രിബ്യൂട്ടറീസിൻ്റെ മീറ്റിംഗ് ലിക്വിഡേറ്റർ കൺവീൻ ചെയ്യും. ഇത്രയും എന്താണ് നമ്മൾ ആ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് മീറ്റിംഗ്സിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. സോ നമ്മൾ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.